Guys, welcome back to my channel. Anybody can cook by Nazia. ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ഒരു പുതിയ ഡിഷ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ്. സോ നമുക്ക് അതിലേക്ക് കിടക്കാം. സോ ബിഫോർ ദാറ്റ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കൂ. ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കും. സോ നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് പഴയ പൊറോട്ട എടുക്കുന്നു. നിങ്ങളുടെ കയ്യിൽ പഴയ കറി എന്തെങ്കിലും ഇരിപ്പുണ്ട്. ഈ പഴയതെന്ന് ഉദ്ദേശിക്കുന്നത് ഒരു 2-3 ദിവസം പുറകെ അത്രേ ഉള്ളൂ. സോ ഞാനിവിടെ 3 പൊറോട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. സോ അതിൻ്റെ കൂടെ നിങ്ങളുടെ കയ്യിൽ പഴയ ചിക്കൻ കറി അല്ലെങ്കിൽ മട്ടൻ കറി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കറിയിൽ നിന്നും 1-2 പീസസ്, ഇപ്പോൾ 3 പൊറോട്ട ഉള്ളതുകൊണ്ട് നമുക്കൊരു 3 പീസസ് നോക്കാം. ഒരു 3-4 ചിക്കൻ പീസസ് നമ്മൾ എടുക്കുന്നു. ഇതിന് നമുക്ക് ആദ്യമേ ഒന്ന് ബോൺലെസ് ആക്കി മാറ്റാം. അതിനുള്ള എല്ലൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറയാം. ചിക്കൻ്റെ അകത്തുനിന്ന് ബോൺസൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട്. സോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പൊറോട്ട ഡയറക്റ്റായിട്ട് 1-2-3 പീസസ് ആയിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനൊരു ചെറിയ എമൗണ്ട്, അതായത് ഒരു ചെറിയ ക്വാണ്ടിറ്റി ഇപ്പം കാണിച്ചു തരാം. 3 പൊറോട്ട വെച്ചിട്ടുള്ളത്. സോ ഇതിലേക്ക് നമ്മൾ ആ ബോൺസ് മാറ്റി വെച്ച ആ ഒരു ചിക്കൻ ഉണ്ടല്ലോ, അത് ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ കുറച്ച് ഗ്രേവി മീനിട്ടുണ്ട്, കുഴപ്പമില്ല. അതും കൂടെ ഈ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുവാണ്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ചാറ്, അതായത് ഗ്രേവി ഒരുപാട് കൂടിപ്പോകാൻ പാടില്ല, വല്ലാണ്ട് ചതഞ്ഞു പോവും. ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം നമുക്ക്. ഞാനത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇതിന് വേറെ ഒരു മസാലയുടെ പോലും ആവശ്യം വരുന്നില്ല, കാരണം നമ്മൾ കറിയിലത്തെ ചിക്കനാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. സോ ഇനി ഫൈനലായിട്ടുള്ള സ്റ്റെപ്പിലേക്ക് കിടക്കാം. നമ്മൾ ഇതിനെ ജസ്റ്റ് ഒന്ന് കടുക് വറുത്തിട്ട് അതൊന്ന് ഇതിലിട്ട് മിക്സ് ചെയ്തെടുക്കുക എണ്ണയിൽ. അതാണ് ഇനി അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത്. പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ എണ്ണ, വളരെ കുറച്ച് എണ്ണയുടെ ആവശ്യമുള്ളൂ. ഒരുപാട് സമയമൊന്നും ഇത് എടുക്കത്തില്ല പ്രിപ്പയർ ചെയ്യാനായിട്ട്. സോ എണ്ണ ഒഴിച്ചു കൊടുത്തു. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയോ സവാളയോ നിങ്ങളുടെ ഇഷ്ടം പോലെ. ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് പെപ്പർ ഇട്ട് കൊടുക്കാം. അത് എരിവ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ നല്ലൊരു മണം കിട്ടും നമ്മുടെ ആ ഒരു കുത്തു പൊറോട്ടക്ക്. സോ ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊറോട്ട ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെറുതീയിൽ ഒരു 5 മിനിറ്റ് ഇതൊന്ന് ഇളക്കിയാൽ കുറച്ച് അതൊന്ന് ക്രിസ്പി ആവുകയും ചെയ്യും. നല്ലൊരു ഇതിൻ്റെയൊക്കെ ഒരു മസാലയുടെയൊക്കെ ഒരു മിക്സിൻ്റെ ഒരു മണവും കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ എന്ത് ഈസി ആയിട്ടാണ് നമ്മളൊരു ഡിഷ് പ്രിപ്പയർ ചെയ്തത്. നമ്മുടെ ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള ഇത് ചപ്പാത്തി ഉണ്ടെങ്കിൽ ആ ചപ്പാത്തി യൂസ് ചെയ്താലും മതി. ഇപ്പോൾ പൊറോട്ട ഉള്ളതുകൊണ്ട് ഞാൻ കുത്തു പൊറോട്ട ആയിട്ട് കാണിച്ചെന്നേ ഉള്ളൂ. പഴയ ചപ്പാത്തി വെച്ചിട്ട് ഇതിങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും. നല്ല അസൽ കുത്തു പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തി വെച്ചിട്ടും ചെയ്തെടുക്കാം, ഞാൻ പറഞ്ഞ പോലെ. സോ നമുക്കൊരു സേവിങ് ട്രേയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. സോ നമ്മുടെ പഴയ ഫുഡ് വെച്ചിട്ടുള്ള ആ ഒരു പുതിയ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കുത്തു പൊറോട്ട എന്ന് പറയുന്ന ഒരു ഐറ്റം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതുമാണ്. സോ നിങ്ങൾ പഴയ പൊറോട്ട പഴയ ചപ്പാത്തി ഒന്നും ഇനി കളയാൻ നിൽക്കണ്ട, ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എനിബഡി ക്യാൻ കുക്ക് ബൈ നസിയ. മറ്റ് നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.